നമസ്കാരം. അമേരിക്കയിൽ ചൈനയുടെ ബോംബ് വർഷം. ചൈനയും ഇറാനും ട്രംപിനെതിരെ വാരിക്കുഴി തീർത്തി. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിനെതിരെ വലിയ മുന്നറിയിപ്പുമായിട്ട് ചൈന എത്തിയിരിക്കുന്നു. ഇറാനുമായുള്ള ചൈനയുടെ വ്യാപാര ഊർജ ബന്ധങ്ങളിൽ ഇടപെടരുതെന്ന് തന്നെ ബീജിംഗ് വാഷിംഗ്ടണിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് ചൈന അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഇടപാടുകളിൽ, അതായത് ഇറാനുമായുള്ള ചൈനയുടെ വ്യാപാര ഊർജ ബന്ധങ്ങളിൽ ഇടപെടരുതെന്ന് ട്രംപിനുള്ള മുന്നറിയിപ്പ്. അതങ്ങ് ചൈനയിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം അമേരിക്കയിൽ ചൈനയുടെ ബോംബ് വർഷം നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ചൈനയും ഇറാനും തമ്മിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. ചൈനയും ഇറാനും ട്രംപിനെതിരെ ഒരു വാരിക്കുഴി തീർക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ തങ്ങളുടെ കപ്പലുകൾ മേഖലയിൽ തുടർന്നും സർവീസ് നടത്തുമെന്നും കരാറുകൾ മാനിക്കുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂൺ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ വകവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഏറ്റവും കൃത്യമായ മറുപടിയാണ് ചൈന ട്രംപിന് നൽകുന്നത്. ഞങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ കരാറുകളുണ്ട്. ആ കരാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുകയും പാലിക്കുകയും ചെയ്യും. മറ്റാരും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഡോങ് ജൂൺ പറഞ്ഞു വെക്കുന്നത്. അതായത് മറ്റാരും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നുള്ളതാണ്. കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനാണ് എന്നും ചൈനീസ് കപ്പലുകൾക്കായിട്ട് പാത തുറന്നു തന്നെ കിടക്കുമെന്നും ഡോങ് ജൂൺ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഗാഢമാണ് എന്നുള്ളത്, ദൃഢമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അമേരിക്കൻ ഉപരോധം പ്രാബല്യത്തിൽ വന്നതോടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് തിരികെ പോകേണ്ടി വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ചൈനയിലേക്ക് പോകേണ്ടിയിരുന്ന റിച്ച് സ്റ്റാറി എന്ന കപ്പൽ ഉപരോധം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗതി മാറ്റിയതായിട്ട് മറൈൻ ട്രാഫിക് ഡാറ്റ വ്യക്തമാക്കുന്നു. അപ്പോൾ ചൈനയുടെ എണ്ണ ആവശ്യത്തിന്റെ 40%, LNG ആവശ്യത്തിന്റെ 30% ഈ പാതയിലൂടെയാണ് എത്തുന്നത് എന്നതിനാൽ ഈ ഉപരോധം ബീജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈന ഇറാനൊപ്പം തന്നെ നിൽക്കും, ഇറാനോടൊപ്പം ചേർന്ന് പോവുക തന്നെ ചെയ്യും. കാരണം അവരുടെ എണ്ണയുടെ ആവശ്യത്തിന്റെ ഏകദേശം 40%, ഒപ്പം തന്നെ LNGയുടെ ഏകദേശം 30% കടന്നു പോകുന്ന പാത ഹോർമുസാണ്. അപ്പൊ ആ ഹോർമുസ് പാത അടച്ചിട്ടുകൊണ്ട് ചൈനയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ ട്രംപ് തയ്യാറായാൽ അമേരിക്കയിൽ ചൈനയുടെ ബോംബ് വർഷം തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അപ്പോൾ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് വരുന്നതോ ആയിട്ടുള്ള എല്ലാ കപ്പലുകളെയും തടയുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പെട്രോളിംഗ് ബോട്ടുകൾക്ക് നേരെയും മുന്നറിയിപ്പ് നൽകുകയാണ്. ഞങ്ങളുടെ ഉപരോധത്തിന് സമീപം ഏതെങ്കിലും ബോട്ടുകൾ വന്നാൽ കടലിലെ ലഹരി മാഫിയകളെ നേരിടുന്നത് പോലെ അവയെ ഉടൻ തന്നെ ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇത് ട്രംപിന്റെ ഭീഷണി കൂടിയാണ്. അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലുമുള്ള ഇറാനിയൻ തീരങ്ങളിൽ ഏത് രാജ്യത്തിന്റെ കപ്പലുകളെയും തടയുവാൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഉത്തരവിട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സൈനിക നീക്കങ്ങൾക്കപ്പുറം സാമ്പത്തിക ഉപരോധങ്ങൾ ആയുധമാക്കി അമേരിക്കയും ഇറാനും നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധവും അതിന് അമേരിക്ക നൽകുന്ന തിരിച്ചടിയും ആഗോള സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതാകുന്നു. ഇതോടെ ലോകം ഉറ്റുനോക്കുന്നത് ചൈനയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. ഇസ്ലാമാബാദിൽ നടന്ന നിർണായക ചർച്ചകളിൽ ഇറാന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ ചൈന വഹിച്ച പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ ഉപരോധങ്ങൾ ചൈനയെ പ്രകാരം ബാധിക്കുമെന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് എന്നതാണ്. ബെയ്ജിങ്ങിന്റെ പ്രതികരണം അനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ സംഭവിക്കാൻ പോകുന്നത്. ഇറാന്റെ എണ്ണ വിപണിയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറയപ്പെടുന്ന ചൈനയാണ്. നിലവിൽ ചൈനയ്ക്ക് തന്ത്രപരമായിട്ടുള്ള എണ്ണശേഖരം ഉണ്ട് എങ്കിലും വിതരണ ശൃംഖലയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ചൈനീസ് വ്യവസായ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മേൽ ചൈന സമ്മർദ്ദം ചെലുത്തുമോ അതോ ഇറാന് പൂർണ്ണ പിന്തുണയുമായിട്ട് നിലകൊള്ളുമോ എന്നത് ലോകം ആകാംക്ഷയോടെ കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് വേറെ തർക്കത്തിന്റെയൊന്നും കാര്യമില്ല, സംശയത്തിന്റെയും കാര്യമില്ല. അമേരിക്കയോടൊപ്പം എന്തായാലും ചൈന നിൽക്കില്ല, ഇറാനോടൊപ്പം തന്നെ ആയിരിക്കും പൂർണ്ണ പിന്തുണ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അമേരിക്കയുടെ ഈ നീക്കം ഒരു ഇരട്ടത്തലയുള്ള വാളാണ് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നത് അവിടെയാണ്.
ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യം വിജയിച്ചാൽ അത് അമേരിക്കയ്ക്ക് നയതന്ത്ര വിജയമാകും. എന്നാൽ എണ്ണവില കുതിച്ചുയരുകയും ഗൾഫ് മേഖലയിൽ ഇറാൻ പ്രത്യാക്രമണം ശക്തമാക്കുകയും ചെയ്താൽ ആഗോള വിപണി തന്നെ തകർന്നടിയുവാൻ അതൊരു കാരണമായി തീരുമെന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സത്യത്തിൽ സമാധാനത്തിലേക്കാണോ അതോ കൂടുതൽ രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധത്തിലേക്കാണോ നയിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഉപരോധം ഫലപ്രദമായി നടപ്പാക്കുവാനുള്ള സൈനിക ശേഷി അമേരിക്കയ്ക്കുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോഴും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലോളം സൈനിക ശേഷിയുണ്ടോ? എന്നാൽ അതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള തിരിച്ചടികൾ താങ്ങാൻ ഇന്നത്തെ ലോകത്തിന് കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് രണ്ട് രാജ്യങ്ങൾ, അതായത് ഇസ്രായേലും അമേരിക്കയും, ലോക നമ്പർ 1 എന്ന് പറയപ്പെടുന്ന അമേരിക്കയും ഒപ്പം തന്നെ യുദ്ധം ചെയ്യാൻ കൊതിയന്മാരായിട്ടുള്ള ഇസ്രായേലും ചേർന്ന് ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിനെ കൊല്ലാക്കൊല ചെയ്യാൻ തുടങ്ങിയിട്ട് നാളെത്രയായി. ഈ രണ്ട് രാജ്യങ്ങളോടും ലോക വമ്പന്മാരോടും ഏറ്റുമുട്ടുവാനും അവർക്കെതിരെ പ്രതിരോധം തീർക്കുവാനും ഇത്രയും നാൾ ഇവർക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഇറാന്റെ കരുത്തിനെ ചോദ്യം ചെയ്യപ്പെടുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്ത് അവർ പ്രാദേശികമായി നിർമ്മിച്ചെടുക്കുന്ന ഈ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അതിനെയൊന്നും പിടിച്ചു കെട്ടുവാനുള്ള കരുത്തില്ലാതായി പോകുന്ന ലോക നേതാക്കളെയും ലോക രാജാക്കന്മാരെയുമാണ് ട്രംപിലും നെതന്യാഹുവിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ പതച്ചു പോകുന്നത് അവിടെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇത്തരത്തിൽ ലോകത്തിന് ഇത്തരത്തിൽ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടാൻ പോകുന്നു. അമേരിക്കയിൽ ചൈന ബോംബ് വർഷം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും ഇറാന് തുണയായി യുദ്ധക്കൂട്ടുകാരനായി ചൈന കൂടെ എത്തുമ്പോൾ അമേരിക്ക ശവപ്പറമ്പായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈനയും ഇറാനും ട്രംപിനെതിരെ ഒരു വലിയ വാരിക്കുഴി തീർക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പോലും ട്രംപിന് ഒരു വാരിക്കുഴിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.